സന്ദേശം കൈമാറുവാനാണ് നമ്മൾ ഇതിലൂടെ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പണ്ട് നമ്മുടെ സമൂഹം നേരിടുന്ന വെല്ലുവിളി ദാരിദ്ര്യം അല്ലെങ്കിൽ തൊഴിലില്ലായ്മയായിരുന്നു. പക്ഷേ ഇന്ന് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലഹരി എന്ന മഹാവിപത്ത് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ യുവാക്കളെ, അപാരവൃദ്ധ ജനങ്ങളെ മാടി പിടിച്ചുകൊണ്ടിരിക്കുന്നു. ലഹരിയുടെ അനന്തര ഫലങ്ങൾ നമ്മൾ ദിവസേന നമ്മുടെ നവമാധ്യമങ്ങളിൽ കൂടി, പത്രദ്വാര എല്ലാം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലഹരി ഉപയോഗം മനുഷ്യ ജീവിതത്തെ, വ്യക്തിയുടെ ആരോഗ്യം മാത്രമല്ല, അവരുടെ സമ്പത്ത്, അവരുടെ യൗവനം, അവരുടെ കുടുംബജീവിതം, അങ്ങനെ സമഗ്ര മേഖലകളിൽ വളരെ വേഗത്തിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ പോരാടുക എന്നത് നമ്മുടെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. അതിനുവേണ്ടിയാണ് കേരള സംസ്ഥാനവും കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് ഓപ്പറേഷൻ തൂഫാൻ എന്ന ഒരു പദ്ധതി രൂപീകരിച്ചത്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ സ്കൂളിലെ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. ധാരാളം കുട്ടികൾ പങ്കെടുത്തിരുന്നു. മനോഹരമായ അവരുടെ ആശയങ്ങൾ അവർ അതിനോട് പങ്കുവച്ചിട്ടുണ്ടായി. ഇന്ന് SPC യൂണിറ്റിന്റെ പേരിൽ പ്രത്യേകിച്ച് നമ്മുടെ കാവലാളായ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം ഇനിയും കാവലാളാൻ പോകുന്ന കുട്ടി പോലീസുകാർ ഇന്ന് നമ്മുടെ സമൂഹത്തോട് അറിയിക്കുന്നത്, ഞങ്ങൾ ലഹരിക്കെതിരെ പോരാടുകയാണ്. വെറും വാക്കുകൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ പോരാട്ടം. പിന്നെയോ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെയൊക്കെ നമ്മൾ അതിനു വേണ്ടി പോരാടുകയാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കൂൾ അങ്കണത്തിൽ മാത്രമല്ല, സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിൽ ഒരു നമ്മുടെ കുട്ടി പോലീസുകാർ നല്ല മനോഹരമായ ഒരു ഫ്ലാഷ് മോം അവതരിപ്പിക്കുകയും, കൂടാതെ നമ്മുടെ ബഹുമാനപ്പെട്ട ചേർത്തല പോലീസ് സ്റ്റേഷൻ SHO ബഹുമാനപ്പെട്ട ആദരണീയനായ ഹേമകുമാർ സാർ നിങ്ങൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം നൽകുകയും ചെയ്യും. ആദ്യമായി നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടി നമ്മുടെ സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ബഹുമാനപ്പെട്ട ടീച്ചർ അവരുടെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വണ്ടിയിലിട്ടാലെന്താ നല്ല ടീച്ചർ ഇങ്ങനെ പിടിച്ചേക്കുമ്പോ കുഞ്ഞുങ്ങളെ, നമുക്കറിയാവുന്ന ടീച്ചറെല്ലാം പറഞ്ഞു, പോരാട്ടത്തിൽ നല്ല വെയിലുണ്ട്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ തൂഫാൻ എന്ന പരിപാടി, അതിനുവേണ്ടി നമ്മുടെ SPC കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്കൊരു നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് അവരെ സാറിന് കൈമാറുകയാണ്. അടുത്തതായി നമുക്ക് അവതരിപ്പിക്കുന്ന ഒരു ഫ്ലാഷ് മോബ് കാണാം. അന്ന ആൻറ്റി.